ശരി നാത്തൂനെ. നോക്കിപ്പോണേ നാത്തൂനെ, നോക്കിപ്പോണേ. ആ എനിക്ക് കണ്ണ് കാണാടി. ഓ. അവിടെ കണ്ട ഉള്ളത് കൊണ്ട് പറഞ്ഞതാ. ആ മോളെ, എന്റെ നാത്തൂനെ മോളെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. നാത്തൂൻ അങ്ങനെ ഇങ്ങനെയൊന്നും ആരെയും അങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നും അല്ല. നാത്തൂൻ എന്ന് പറയുമ്പോ എന്റെ മൂത്ത ചേട്ടന്റെ ഭാര്യ ഇപ്പൊ വന്നിട്ട് പോയത്. ഞങ്ങൾ 4 മക്കളാ എന്റെ വീട്ടിൽ മൊത്തം ഉള്ളത്. ഞാനാണ് ഏറ്റവും ഇളയത്. ഞങ്ങൾ 3 പെണ്ണുങ്ങൾക്കുള്ള ഒരേ ഒരു ചേട്ടനാങ്ങളെയാണ് എന്റെ മൂത്ത ചേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരേ ഒരു നാത്തൂനും കൂടിയിട്ടാ. അപ്പൊ നാത്തൂന് മോളെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഓ, അപ്പൊ അമ്മയുടെ മകന്റെ കല്യാണം ആയിരിക്കും അല്ലേ ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞത്? എല്ലാവരുടെയും മക്കളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ എന്റെ മകൻ സുധീഷ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവന്റെ കല്യാണവും മിനിഞ്ഞാന്ന് കഴിഞ്ഞു. എന്റെ പൊന്നു മോളെ, എല്ലാരും കെട്ടിക്കൊണ്ട് വന്ന പെൺപിള്ളേർക്ക് എന്തെങ്കിലും ഒരു കുറ്റം നാത്തൂൻ കണ്ടുപിടിക്കും. പിന്നെ എത്ര നല്ല പെൺപിള്ളേരാണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ തപ്പിപ്പരുതി ഒരു കുറ്റം എന്തായാലും എന്റെ ചേട്ടന്റെ ഭാര്യ എന്റെ നാത്തൂൻ കണ്ടുപിടിക്കാതിരിക്കൂല. എന്താന്നറിയത്തില്ല, മോളെ അങ്ങ് വല്ലാണ്ടങ്ങ് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഓ, എനിക്ക് സന്തോഷം കൊണ്ടിട്ട് എനിക്കിത് ചത്താലും വേണ്ടില്ല. അങ്ങനെയൊന്നും പറയല്ലമ്മേ, എനിക്ക് വിഷമാവും കേട്ടോ. അമ്മ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം. അമ്മ ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞു, ഇനി ഒരിക്കലും ഇങ്ങനെ മരിക്കുന്ന കാര്യമൊന്നും പറയരുത്. ഉഫ്, ഇത്രയും സ്നേഹമുള്ളൊരു മോളെ എനിക്ക് കിട്ടിയല്ലോ. എന്റെ പൊന്നു മോള് കണ്ണ് കിട്ടാതിരിക്കട്ടെ. ശ്ശോ. എല്ലാവർക്കും നിന്നെക്കുറിച്ച് എന്ത് നല്ല അഭിപ്രായമാണ്. എൻ്റെ ഭാഗ്യം. ഉം. അധികമൊന്നും സംസാരിക്കുകയല്ലേ? ഇല്ല, ഞാനങ്ങനെ അധികം സംസാരിക്കൊന്നുമില്ല. ആവശ്യത്തിനുള്ള സംസാരമൊക്കെ ഉള്ളൂ. അങ്ങനെ ഓവറായിട്ടൊന്നും സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ സൗണ്ട് കുറച്ച് സംസാരിക്കാറുള്ളോ? അത് പിന്നെ അമ്മ പറഞ്ഞേക്കുന്നത് പെൺകുട്ടികൾ ഇങ്ങനെ പതുക്കെ സംസാരിക്കണം, പെൺകുട്ടികളുടെ സൗണ്ട് വീടിന് പുറത്തൊന്നും കേൾക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാ പഠിപ്പിച്ചേക്കുന്നതേ. അതുകൊണ്ടിട്ട് അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. പെൺകുട്ടികൾ കുറച്ച് അടക്കവും ഒതുക്കമൊക്കെ വേണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ഒരു ചിട്ടയുള്ള അമ്മയാ എൻ്റെ അമ്മ. സിനിമ കാണാൻ ഇഷ്ടമാണോ? നമുക്ക് നാളെ ഒരു സിനിമയ്ക്ക് പോയാലോ? ഞാൻ ഇന്നുവരെ തിയേറ്ററിലൊന്നും പോയി സിനിമയൊന്നും കണ്ടിട്ടില്ല ചേട്ടാ. ഇങ്ങനെ കൂട്ടുകാരൊക്കെ കണ്ടിട്ട് വന്നിട്ട് ക്ലാസ്സിലൊക്കെ വന്നിട്ട് പറയുമ്പോൾ എനിക്കിങ്ങനെ കൊതി വരും. എനിക്കും പോയി സിനിമയൊക്കെ കാണണം എന്ന് ആഗ്രഹം തോന്നും. പക്ഷെ വീട്ടിൽ നിന്ന് അങ്ങനെ സമ്മതിക്കൊന്നുമില്ല. അങ്ങനെയൊന്നും പെൺകുട്ടികൾ തിയേറ്ററിലൊന്നും പോയി സിനിമയൊന്നും കാണാൻ പാടില്ല, നല്ല കുട്ടികളൊന്നും അങ്ങനെ പോയി കാണൂലെന്നാണ് വീട്ടിൽ നിന്ന് പറയുന്നത്. ടി വിയിലാണെങ്കിൽ തന്നെ നല്ല സിനിമയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ എന്നെ കാണിക്കുള്ളൂ. അങ്ങനെ നല്ല അച്ചടക്കത്തിലും ഒതുക്കത്തിലും എന്നെ വീട്ടിൽ വളർത്തിയത്. എൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര ഒരു പട്ടാള ചിട്ടക്കാരനാ. അച്ഛന്റെ മുന്നിൽ നിൽക്കാൻ തന്നെ എനിക്ക് പേടിയാ. അയ്യോ, സാരമില്ല. നമുക്ക് നാളെ ഒരു സിനിമയ്ക്ക് പോവാം. ചേട്ടാ, കല്യാണം കഴിഞ്ഞാൽ നിന്റെ ഭർത്താവിന്റെ കൂടെ പോയാൽ മതി എന്നാ അമ്മ എപ്പോഴും പറയുന്നത്. നല്ല ആപ്പിള്. ഇത് ഇവിടുന്ന് 2 വീട് അപ്പുറത്താണ് ചന്ദ്രേച്ചിയുടെ വീട്. 2 വീട് അപ്പുറത്ത്. ഈ ചുറ്റുവട്ടത്ത് ഇത്രയും പെൺപിള്ളാരെ ഓരോരുത്തന്മാരെ കെട്ടിക്കൊണ്ട് വന്നല്ലോ. ഒന്നിനെ എനിക്ക് കണ്ടൂടാ. ഈ ചന്ദ്രയ്ക്ക് ഇഷ്ടല്ല. എല്ലാ അഹങ്കാരികളാ മോളെ. യോ, എന്തൊരു അഹങ്കാരികളാന്നറിയോ. ഒക്കെ തന്നെ വീട്ടിൽ വഴക്കാം. പക്ഷെ മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മോള്, മിടുക്കി മോള്. ചേച്ചിക്ക് കുറച്ച് ചോറ് തരട്ടെ? ചോറും കറിയും. ചോറ് വേണ്ട മോളെ. വെള്ളയപ്പവും ചിക്കൻ കറിയും ചായയും തന്നില്ലേ, അപ്പൊ തന്നെ എന്റെ വയറ് നിറഞ്ഞ്. വെള്ളയപ്പം മോൾ ഉണ്ടാക്കിയതാണോ? ഞാനുണ്ടാക്കിയതാ വെള്ളയപ്പം. ആ, നല്ല കൈപുണ്യം, നല്ല വെള്ളയപ്പം. ഞാനേ ഇടയ്ക്കൊക്കെ വരാം ഇതുപോലെ. വെള്ളയപ്പം നിന്നപ്പോ തന്നെ എന്റെ വയറ് നിറഞ്ഞതാ മോളെ. പിന്നെ സ്നേഹത്തോടെ മോളെ ആപ്പിള് തരുമ്പോ എങ്ങനെയാ വേണ്ടെന്ന് പറയുന്നത്? മോക്ക് വിഷമാവൂലേ? അതുകൊണ്ടാ ഇത് കഴിക്കുന്നത് ചന്ദ്രേച്ചി, അല്ലാണ്ട് വേണായിട്ടല്ല. അത് സാരമില്ല. ഇപ്പൊ എന്നപ്പോഴും കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പൊതിഞ്ഞെടുത്തു തരാം. കുറച്ച് ആപ്പിളും കൂടി ഇരിപ്പുണ്ട്, എടുത്തു തരട്ടെ എന്നാലേ? അയ്യോ ചേച്ചി, കരയല്ലേ. ചേച്ചി, ആപ്പിൾ ഇഷ്ടമല്ലെങ്കിൽ കൊണ്ടുപോകണ്ട, കരയണ്ട ചേച്ചി. ഷോ, ഇപ്പൊ എന്താ ചെയ്യുക ചേച്ചി? ആപ്പിള് കൊണ്ടുപോകണ്ട, കരയണ്ട. അതല്ല മോളെ, എന്റെ മക്കള് പോലും എന്നോട് ഇത്രയും സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല. 2 ആമക്കളുണ്ട്. കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാ 2 പേരെ ഞാൻ വളർത്തിയത്. കല്യാണം കഴിഞ്ഞപ്പോ അവന്മാരുടെ ഭാര്യമാർക്കെ അമ്മയ്ക്ക് സ്റ്റാൻഡേർഡ് ഇല്ലാന്നും പറഞ്ഞ് അവന്മാരെ വിളിച്ചോണ്ട് പോയി. ആ കോന്തന്മാര് പോയി. പിന്നെ എനിക്കിത് ഊത്തരിയൊന്നും അല്ല മോളെ. എന്റെ അമ്മയ്ക്ക് എന്നെ തീരെ ഇഷ്ടമില്ലായിരുന്നു. എന്നെ കണ്ടുകൂടായിരുന്നേ. ഇത് മറുക കണ്ട? എന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു ഇതുപോലത്തെ മറുക്. അമ്മയുടെ മറുക് എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ മക്കളില്.
എന്നിട്ടും അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ലായിരുന്നു. ഒരു കള്ളുകൂടിനെ കൊണ്ട് കെട്ടിച്ച് അയാളുടെ അടിയിടിയും ചതയും കൊണ്ട് 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 എന്റെ പ്രാർത്ഥന കൊണ്ടാന്ന് തോന്നുന്നു അയാൾ ദൈവം നേരത്തെ അങ്ങ് വിളിച്ച. പിന്നെ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി പഠിപ്പിച്ചൊന്നുമില്ല. തന്തേനെ പോലെയായിരുന്നു മക്കള്. അവന്മാരും കള്ളുകൂടിയൊക്കെയാ. മോളുടെ സ്നേഹം കണ്ടപ്പോ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാ ചന്ദ്ര ചേച്ചി. സന്തോഷം കൊണ്ട് ഞാനേ പെട്ടെന്ന് പേടിച്ചു പോയി. ചേച്ചി കരഞ്ഞപ്പോഴേ ഞാൻ ഇനി ആപ്പിള് പൊതിഞ്ഞു തരാന്ന് പറഞ്ഞപ്പം ചേച്ചിനെ ഇൻസൾട്ട് ചെയ്യുന്നതാണോ എന്ന് വിചാരിച്ചിട്ട് ചേച്ചി കരഞ്ഞതാന്ന് ഓർത്തു. എന്നാ പിന്നെ ചേച്ചി ഇവിടെ ഇരിക്കേ, ഞാൻ ആപ്പിള് എടുത്തോണ്ട് വരാം. പലഹാരം ഉണ്ടെങ്കിൽ ഇച്ചിരി എടുത്തോ. പലഹാരം എന്തെങ്കിലും ഉണ്ടോ? ആ, പലഹാരം ഇരിപ്പുണ്ട്, എടുക്കാം. അതും കൂടി ഇച്ചിരി എടുത്തോ മോളെ. ആ, മോളെ വല്ലതും കഴിച്ചായിരുന്നോ? ഓ, എന്റെ പൊന്നു കുഞ്ഞെ, വേഗം പുല്ലരിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചതാ. പഴയ പോലെ ഒന്നും വേഗം വേഗം ഒന്നും അരിയാനൊന്നും പറ്റുന്നില്ലെന്നേ അമ്മേനെ കൊണ്ട്. അല്ല മോളെ, ആ ചന്ദ്രിക വന്നായിരുന്നു ഇങ്ങോട്ട്? ആ, ഇതിലേ വന്നായിരുന്നമ്മേ. ഒരു പാവം ചേച്ചി. അയ്യോ, അതത്ര പാവമൊന്നും അല്ല എന്റെ പൊന്നു മോളെ. ഈ നാട്ടിലെ ഒരേ ഒരു പരദൂഷണക്കാരിയാ അത്. എന്റെ ദൈവമേ, മക്കളെയും മരുമക്കളെയും കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ വീടും രാവിലെ മുതൽ വൈകുന്നേരം വരെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കും. ഓരോ വീട്ടിൽ നിന്ന് വല്ല ചായയോ വെള്ളമോ ഒക്കെ കിട്ടി അതും മേടിച്ചു കുടിച്ച് അങ്ങനെ വയറ് നിറച്ചിട്ടാ ഇങ്ങനെ നടക്കുന്നത്. ഒരു വീട്ടിൽ പോയിട്ട് അപ്പുറത്തെ വീട്ടിലെ കുറ്റം പറയും, അപ്പുറത്തെ വീട്ടിലെ പോയിട്ട് ഇപ്പുറത്തെ വീട്ടിലെ കുറ്റം പറയും. പിന്നെ ആവലാതിയും അപരാധവും ഇല്ലായ്മയും പറഞ്ഞിട്ട് ആരെങ്കിലും വല്ലതും തന്നാൽ അതും മേടിച്ച് പെറുക്കി വീട്ടിലോട്ട് പോകും. അങ്ങനത്തെ ഒരു സാധനമാണ് അത്. പിന്നെ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞപ്പം ആ ചേച്ചീനെ ഉപേക്ഷിച്ച് പോയില്ലേ, അപ്പൊ അവരൊന്നും ഒന്നും കൊടുക്കുന്നു നോക്കുന്നൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നടക്കുന്നത്. എന്റെ പൊന്നു കുഞ്ഞേ, മക്കളൊന്നും ഇതിന്റെ കൂടെ ഒത്തുപോകാഞ്ഞിട്ട് അയ്യോ അവര് മടുത്തിട്ട് പോയതാ ഭാര്യമാരെയും കൊണ്ടേ. ആ മൂത്ത മകന്റെ ഭാര്യനെ ഇതുപോലെയുള്ള വെട്ടുകത്തിയും കൊണ്ടിട്ട് വീടിന് ചുറ്റും ഇട്ട് ഓടിച്ചു വെട്ടാൻ വേണ്ടിട്ട്. ചില സമയത്ത് അതിനെന്തോ പ്രാന്ത് പോലെ ഇളകുന്നത്, എന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നതേ. അയ്യോ, അതിന്റെ കൂടെ ജീവിക്കാനൊന്നും പറ്റിയല്ല എന്റെ ദൈവമേ. ആ പിള്ളേരെ കൊണ്ടൊന്നും പറ്റിയല്ല അതിന്റെ കൂടെ ഒന്നും ജീവിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോ വരുന്ന വഴിക്കേ നമ്മുടെ സർലയുടെ വീട്ടിലൊന്ന് കേറി, ഇച്ചിരി വെള്ളം കുടിക്കാൻ കേറിയതാ. അന്നേരം സർല പറഞ്ഞു ഈ ചന്ദ്രിക അവിടെ ചെന്നിട്ടുണ്ടായിരുന്നത്, ഇവിടെ വന്നിട്ട് പോയിന്ന് കേട്ടപ്പോ എന്റെ ചങ്കിക്കൂടി ഒരു മിന്നല്. ദൈവമേ, കൊച്ചിനെ വല്ലതും ചെയ്തോ, എന്തെങ്കിലും പറഞ്ഞു കാണുമോ എന്ന് ഓർത്തിട്ട് ഞാനങ്ങ് പേടിച്ചു പോയി. സർലയോട് ചെന്നിട്ട് പറഞ്ഞെന്ന് നല്ല പെങ്കൊച്ചാ, പിന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞെന്ന്. ആദ്യമായിട്ട് ഈ ചന്ദ്രി ഒരാളെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയുന്നത്. ഞാൻ അന്നേരേ പറഞ്ഞു സർലേനോട്, എന്റെ മരുമോളെ പിന്നെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്. അമ്മായി എന്താ ആരോടും പറയാതെ പിന്നെ ഇങ്ങോട്ട് പോകുന്നത്? പിന്നെ അഥവാ വരുന്നുണ്ടെങ്കിൽ തന്നെ വീട്ടിൽ എന്റെ അമ്മേനെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വന്നുകൂടായിരുന്നോ? അത് കൊള്ളാം. നിന്നെ കെട്ടിച്ചു വിട്ട വീടും പരിസരമൊക്കെ എനിക്കൊന്ന് കാണണ്ടേ? ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അമ്മായിയല്ലേ, എനിക്ക് കാണണം എന്ന് തോന്നുന്നു ഞാൻ ഇങ്ങോട്ട് പോകുന്നു. എന്നെ ആയിട്ട് ആരും കൊണ്ടുവരുവോ ഇല്ല, കാണിക്കുകയോ ഇല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ ആരും അറിയാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ആരാ മോളെ? ആ, മോളുടെ അമ്മായിയമ്മയ്ക്ക് എന്നെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഞാനേ ഇവളുടെ അമ്മായിയാ. ആ, എങ്ങനെ മനസ്സിലാകാനാ? കല്യാണത്തിന് ഞാൻ വന്നതും കല്യാണം കഴിഞ്ഞോടെ എന്നെ എല്ലാരും കൂടെ ഉന്തിത്തള്ളി വേഗം പറഞ്ഞു വിട്ടു. എന്റെ കെട്ടിയവനാണ് മുന്നിൽ നിന്നിട്ട് എന്നെ പറഞ്ഞു വിട്ടത്. പിന്നെ എങ്ങനെ കാണാൻ വേണ്ടിട്ടാ? ഒരു പെണ്ണ് കാണാൻ വന്നപ്പോ എന്നെ കൊണ്ടുവന്നില്ല, കല്യാണം ഉറപ്പിക്കാൻ വന്നപ്പോ എന്നെ കൊണ്ടുവന്നില്ല. ഈ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവിടുമ്പോഴെങ്കിലും അമ്മായിയായ എന്നെ ഒന്ന് കൊണ്ടുവരണ്ടേ? എന്നെ ആരും കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ വണ്ടിയും കയറി ഇങ്ങോട്ട് പോന്നു. അയ്യോ, എനിക്ക് പെട്ടെന്ന് കണ്ടിട്ട് അങ്ങ് മനസ്സിലായില്ല. കല്യാണത്തിന് ഈ പറഞ്ഞ പോലെ കണ്ടതായിട്ടൊരു ഓർമ്മയില്ല. മോളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് വന്നതായിരിക്കും അല്ലേ? മോള് സുഖമായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പവും ഇല്ല. നല്ല തങ്കപ്പെട്ട മോളെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് തന്നത് കേട്ടോ. നല്ല വിനയം, നല്ല എളിമ, എല്ലാരോടും നല്ല സ്നേഹം, നല്ല അടക്കം ഒതുക്കം, ഇത്രയൊക്കെ കേട്ടാ പോരെ അല്ലേ? ആര് ഇവളെ പറ്റി തന്നെയാണോ ഈ പറയുന്നത്? ഇവളുടെ അമ്മയുടെ ഇവിടെ ഒരു പാട് കണ്ടിട്ടുണ്ടോ? ആ, അത് വീണതാന്നല്ലേ പറഞ്ഞത്? പാവം, നല്ല പാടുണ്ട്. അത് നെറ്റി തന്നെയല്ലേ വീണതോ? ഇവള് ഉന്തിയിട്ടതാ. അടുക്കളയില് ബർത്തിനിട്ട് പോയിട്ട് തലയിടിച്ചതാ. ഇവക്ക് കൂട്ടുകാരോടെ സിനിമ കാണാൻ പോണെന്ന് പറഞ്ഞു. അപ്പൊ വിടിയല്ലെന്ന് ഇവളുടെ അമ്മ പറഞ്ഞു. ആ ദേഷ്യത്തിന് പിടിച്ച് തള്ളിയിട്ടതാ അമ്മേനെ. അയ്യോ, ഇവള് കൂട്ടുകാരോടെ അടിച്ചു പൊളിച്ച് തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുമ്പോ ഇവളുടെ അമ്മയുടെ ഇവിടെ ആശുപത്രിയിൽ നിന്ന് തുന്നി കെട്ടിക്കൊണ്ടിരിക്കുക. അതാണ് മുതല്. സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എന്റെ പൊന്നു ചേച്ചി, ഞാൻ ഉള്ളതുള്ള പോലെ പറയാം, ഇവളുടെ അലർച്ച സഹിക്കാൻ മേലാഞ്ഞിട്ട് നാട്ടുകാർ ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഇവളേറ്റ് ചോറ് കൊണ്ട് കൊടുക്കും. അതുപോലത്തെ പ്രാന്താ ഇവക്ക് വിശന്ന് കഴിഞ്ഞാ. ഇവളുടെ അമ്മേനെ കൂടെ വേണമെങ്കിൽ എടുത്തിട്ട് തിന്നും. അമ്മേ, ആ, ചേട്ടനും വന്നോ? നല്ല കാര്യം. ആ മോനെ. ആ ഇതാരാ? എനിക്ക് മനസ്സിലായില്ല. ആ മോനെ, ഇതേ മോളുടെ അമ്മായിയാ. മോന് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല.
ദേ ഇവളുടെ അടുത്ത് സൂക്ഷിച്ചും കൊണ്ടുമൊക്കെ നിന്നോണം കേട്ടോ. എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് സാധിച്ചു കൊടുത്തേരെ. ഇവളുടെ അച്ഛനെ ഇവളുടെ മുന്നിൽ നിന്നിട്ടുണ്ടെങ്കിൽ മുട്ടുകൂട്ടിയിടിക്കും പേടിച്ചിട്ട്. എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞാല് അതൊന്നെങ്കിലും വൈകുന്നേരത്തിനുള്ളിൽ ഇവക്ക് കിട്ടിയിരിക്കണം. ഇവളുടെ വീട്ടിലെ മൂന്നാമത്തെ ടിവിയാ, ബാക്കി രണ്ടെണ്ണം ഇവിടെ അടിച്ചു പൊട്ടിച്ചതാ. റിമോട്ടിന് പിന്നെ കയ്യും കണക്കൊന്നുമില്ല, അതിപ്പോ എത്ര എണ്ണം ആയെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അതുപോലെ ഫോണ് രണ്ടെണ്ണ ഫോണ് പൊട്ടിച്ചു കളഞ്ഞത്. അതുകൊണ്ട് കയ്യിലുള്ള ഫോണും വീട്ടിലുള്ള ടിവിയും കാര്യങ്ങളും ഒക്കെ സൂക്ഷിച്ചു. മോന് വലിയ കാര്യമായിട്ടുള്ള ജോലിയൊന്നും ഇല്ലല്ലോ. ഏ കാര്യം ഇവളൊരു ഭീകരിയാണെങ്കിലും എല്ലാരും കൂടെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോ മുതൽ ഇവളെ അങ്ങ് ഉപദേശിക്കുന്നതാ. അങ്ങനെ ഉപദേശിച്ച് ഇപ്പം ഏകദേശം ഏതാണ്ടൊക്കെ നന്നായ മട്ടുണ്ട്. പിന്നെ മോനെ, ഇവളൊരു സിനിമാ പ്രാന്തിയാട്ടോ. മാറുമ്പോ ഇറങ്ങുന്ന എല്ലാ സിനിമയും ഇവക്ക് കാണണം. അമ്മായി എന്തൊക്കെയാ പറയുന്നേ? ഒന്നും മിണ്ടാതിരിക്കേ, വെറുതെ. നീ അവിടെ മിണ്ടാതിരിക്കടി. ഇതൊക്കെ കേൾക്കുമ്പോ ഇവർക്കൊരു തമാശയല്ലേ, നിന്റെ പഴയ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ. ഇപ്പൊ നീ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേടി? ആ, എന്നിട്ടേ മാറുന്ന സിനിമ കണ്ടില്ലെങ്കിൽ ഇവക്ക് ദേഷ്യം പിടിക്കും. അതിപ്പോ ഇവളുടെ വീട്ടുകാർ കൊണ്ടുപോയില്ലെങ്കിൽ ഇവിടെ നാട്ടുകാരോടെ പോകും. ആരെങ്കിലും ഇതേ ബൈക്കേ ഒരു ചെറുക്കൻ അതിലേ പോകുന്നുണ്ടെന്ന് വിചാരിക്കും, എടാ എന്നെ ഒന്ന് അവിടെ കൊണ്ട് ഇറക്കിക്കെന്ന് പറഞ്ഞ് അവന്റെ പുറകെ കയറിയിരുന്ന് പോകും. എന്താ ഏതാന്ന് ഇവക്ക് തന്നെ അറിയത്തില്ല. മിക്കപ്പോഴും കൂട്ടുകാരുടെ കൂടെയാ പോയി കാണുന്നത്. അങ്ങനെ ആരുടെയും കൂടെയൊക്കെ പോയി സിനിമയെ കണ്ട് അങ്ങനെയൊക്കെ നടക്കും. അതുകൊണ്ട് മോൻ ഈ മാറി വരുന്ന സിനിമയൊക്കെ കൊണ്ട് കാണിച്ചോണേ. വീട്ടിലെ ടിവി റിമോട്ട്, ഞാൻ അതുകൊണ്ട് പറഞ്ഞതാ. ഇതൊക്കെ അവര് പറഞ്ഞ തരികയല്ല, അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞു തരുന്നത്. എനിക്ക് അങ്ങനെ ഒന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന സ്വഭാവം ഒന്നും ഇല്ല മോനെ, കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് അമ്മ പേടിക്കൊന്നും വേണ്ട. കാര്യം ഇവളൊരു ഭീകരിയൊക്കെ ആണെങ്കിലുവേ കല്യാണം ഉറപ്പിച്ചപ്പോൾ മുതൽ ബന്ധുക്കാരും സ്വന്തക്കാരും അയൽവക്കക്കാരും കൂട്ടുകാരും ഒക്കെ കൂടി ഇവളെ ഉപദേശിച്ച് പഴയ സ്വഭാവമൊക്കെ മാറ്റണം, അടങ്ങി ഒതുങ്ങിയൊക്കെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കി അവള് ജീവിച്ചോളൂന്നേ. അതൊക്കെ ഇപ്പൊ ആർക്കാ മാറാൻ പറ്റാത്തത്? പിന്നെ ഒരു ജീവിതമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാരും മാറിക്കോളുമല്ലോ. അതെ, ഞാനങ്ങ് ഇറങ്ങട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്മാരോട് പോലും മിണ്ടാതെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇരിക്കാൻ സമയമില്ല. പോയാ പിന്നെ ബസ് കിട്ടും ഇപ്പം. ആ ആ ആ എന്തെങ്കിലും കഴിച്ചിട്ട് പോവായിരുന്നു. ഏ വേണ്ട, ഇവിടെ ഒരു ഗ്ലാസ് ചായ തന്നായിരുന്നു. അമ്മ അന്നേരം അപ്പുറത്തല്ലായിരുന്നോ? എന്നാ പിന്നെ ഇറങ്ങിയേക്കുവാ. പോട്ടെ മോളെ, അങ്ങോട്ട് വാ, രണ്ടുപേരും കൂടി കേട്ടാ. മോക്ക് ചോറോ വല്ലതും കഴിക്കാനോ വേണോ? ചോറൊന്നും വേണ്ടമ്മേ, കുറച്ചു മുന്നേ ഭക്ഷണം കഴിച്ചതല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെയാ വിശക്കുന്നേ? വേണമെങ്കിൽ പറഞ്ഞാ മതി. അമ്മായി പറയുന്നത് കേട്ടിട്ട് അമ്മ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അതൊക്കെ ഞാൻ അറിവില്ലാത്ത പ്രായത്തിൽ അറിയാതെ ചെയ്തതല്ലേ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവൂല. ശിവനെ. ചേട്ടാ, അമ്മായി. സിനിമ തിയേറ്റർ കണ്ടിട്ടേ ഇല്ലല്ലേ. ശരി എന്നാ. നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിട്ട് സമ്മതിക്കൂല.